السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഒരാളുടെ സഹോദരനെയോ അല്ലെങ്കിൽ അമ്മാവനെയോ, അറബിയിൽ അമ്മാവൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചാൽ കൊച്ചാപ്പ, മൂത്താപ്പ, മാമ, ഇവരാര് വേണമെങ്കിലും ആവാം, ആരെങ്കിലും ഒരാളെ യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ടു. അവന് പൈസ കൊടുത്ത് അവനെ സ്വതന്ത്രനാക്കാമോ? അവൻ മുശ്രിക്കാണെങ്കിൽ. അപ്പോൾ ബന്ധുവാണ്, പക്ഷേ ബഹുദൈവ ആരാധകനാണ്, യുദ്ധത്തിൽ പിടിക്കപ്പെട്ടു. അപ്പോൾ അവന് വേണ്ടി മുസ്ലിമായ നമ്മൾ, ബന്ധുവായ നമ്മൾ പൈസ കൊടുത്ത് അയാളെ സ്വതന്ത്രമാക്കാമോ ഇല്ലയോ? ഇദാ ഉസിറ അഖു റജുലി ഔ അമ്മുഹു ഹൽ യുഫാദ ഇദാ കാന മുശ്രിക്കൻ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൽ അബ്ബാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഞാൻ എന്നെയും അഖീലിനെയും പണയം വയ്ക്കുന്നു, അല്ലെങ്കിൽ ഈട് വയ്ക്കുന്നു. അലിക്ക് യുദ്ധമുതലിൽ നിന്നുള്ള വീതം കിട്ടിക്കഴിഞ്ഞു. അത് കിട്ടിയത് അഖീലും ആളുടെ അമ്മാവൻ അൽ അബ്ബാസും കൊടുത്ത സ്വത്തിൽ നിന്നും ആയിരുന്നു. وقال أنس قال العباس للنبي صلى الله عليه وسلم فاديت نفس وفاديت عقيلا وكان علي له نصيب في تلك الغنيمة التي أصاب من أخيه عقيل وعمه عباس. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അൻസാരികളിൽ ചിലർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുവാദം ചോദിച്ചു, അൽ അബ്ബാസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ യുദ്ധം മുതൽ, അല്ലെങ്കിൽ ആൾ സ്വയം ഈട് നിന്നുകൊണ്ട് വച്ച ആ സ്വത്ത് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വയ്ക്കാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ പൈസയിൽ ഒരു ദിർഹം പോലും വെറുതെ വിടരുത്, അല്ലെങ്കിൽ കളയരുത്, അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കരുത്. ഹദസനി അനസ് റളിയല്ലാഹു അൻഹു അന്ന റിജാലൻ മിനൽ അൻസാരി استأذنوا رسول الله صلى الله عليه وسلم فقالوا ائذن لنا فلنترك لابن أختنا عباس فداءه فقال لا تدعون منه درهما. മുശ്രിക്ക് അല്ലെങ്കിൽ ബഹുദൈവാരാധകൻ, അല്ലെങ്കിൽ വിഗ്രഹാരാധകൻ, അല്ലെങ്കിൽ പത്തി ആരാധകൻ, അങ്ങനെയൊക്കെയുള്ള ഒരു മുശ്രിക്കിനെ, അങ്ങനെയുള്ള ഒരു അടിമയെ സ്വതന്ത്രമാക്കുന്നതിൻ്റെ വിധി. മുശ്രിക്ക്. ഹിഷാം വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട്, ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു 100 അടിമകളെ സ്വതന്ത്രനാക്കി. ഇസ്ലാമിന് മുമ്പായിരുന്നു, അതായത് ജാഹിലിയ കാലഘട്ടത്തിലാണ് അത് ചെയ്തത്. എന്നിട്ട് അദ്ദേഹം 100 ഒട്ടകങ്ങളെ അറുക്കുകയും ചെയ്തു. അതിനെ ദാനമായി, അല്ലെങ്കിൽ സദഖയായി എല്ലാവരിലും വിതരണം ചെയ്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും 100 ഒട്ടകങ്ങളെ അറുക്കുകയും 100 അടിമകളെ സ്വതന്ത്രരാക്കുകയും ചെയ്തു. ഹക്കീം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലെ, ഈ ജാഹിലിയ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇസ്ലാം വരുന്നതിന് മുമ്പേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തികളെ പറ്റി എന്താണ് അഭിപ്രായം? താങ്കൾ എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്? അവയെ നല്ല അമലുകളായിട്ടാണോ കൂട്ടുന്നത് എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്നു നിൻ്റെ എല്ലാ നല്ല പ്രവർത്തികളോടും കൂടി. അപ്പോൾ ജീവിതകാലം മുഴുവൻ ചെയ്തിട്ടുള്ള നന്മകളെല്ലാം ഉണ്ട്, തിന്മകൾ മാത്രമേ മാച്ചു കളഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ മുസ്ലിങ്ങൾക്ക് ഒരു വലിയ സുവർണ അവസരമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. നമുക്കതില്ല, കാരണം നമ്മൾ ജന്മന മിക്കവരും മുസ്ലിങ്ങളായിരുന്നു. അത് വേറെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരു പക്ഷേ നമ്മളൊക്കെ വേറെ വല്ല കുടുംബത്തിലേക്കാണ് ജനിച്ചിരുന്നതെങ്കിൽ ഒരിക്കലും നമ്മളിവിടെ ഒന്നും എത്തിപ്പെടില്ലായിരുന്നു എന്നാണ് നമ്മളുടെയൊക്കെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഊഹിക്കാവുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. عن هشام أخبرني أبي أن حكيم ابن حزام رضي الله عنه اعتقى في الجاهلية 100 رقبة وحمل على 100 بعير فلما أسلم حمل على 100 بعير واعتقى 100 رقبة. قال فسألت رسول الله صلى الله عليه وسلم فقلت يا رسول الله أرأيت أشياء كنت أصنعها في الجاهلية كنت أتحنث بها يعني أتبرر بها. قال فقال رسول الله صلى الله عليه وسلم أسلمت عن ما سلف لك മിൻ ഖൈർ. നമ്മളൊന്നും ഇവരുടെ മുമ്പിലൊന്നും നിൽക്കാൻ പോലും യോഗ്യത ഉള്ളവരല്ല എന്നും കൂടി മനസ്സിലാക്കണം. കാരണം 100 ഒട്ടകങ്ങളെയൊക്കെ അറുത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ 100 ബെൻസ് കാറിന് തുല്യമാണ്. അന്നത്തെ ഏറ്റവും വില കൂടിയ യാത്രാ വാഹനമാണ്, അല്ലെങ്കിൽ വലിയ ട്രക്ക്, 100 ലോറി, അങ്ങനെ വേണമെങ്കിൽ ഊഹിക്കാം.
അത്രയും പൈസ വില അല്ലെങ്കിൽ കഴിവുള്ള മനുഷ്യരായിരിക്കും അതൊക്കെ. നമ്മളൊന്നുമല്ല അവരുടെ മുമ്പിൽ, അവരൊക്കെ ചെയ്തു വച്ചിരിക്കുന്നതിന് മുമ്പിലും നമ്മളൊന്നുമല്ല. മനസ്സുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവരോടൊന്നും കിടപിടിക്കാൻ പറ്റുന്ന ആളുകൾ അല്ല നമ്മൾ. കുറച്ച് പേരൊക്കെ കാണുമായിരിക്കും. 100 അടിമയുടെ വില എന്താണെന്ന് എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അല്ലാഹു ആലം. ആർക്കെങ്കിലുമൊക്കെ അറബ് അടിമകൾ ഉണ്ടായിരുന്നു, അറബികളായ അടിമകൾ, അവയെ സമ്മാനമായി അവർ കൊടുക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അവയെ വിറ്റു. അതല്ലെങ്കിൽ അവരിലെ സ്ത്രീ അടിമകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതല്ലെങ്കിൽ അവർ തരുന്ന ഈട് അല്ലെങ്കിൽ വില തുല്യമായതെന്തെങ്കിലും അവരെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് അത് സ്വീകരിച്ചു. അതല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന മക്കളെ അടിമകളായി അല്ലെങ്കിൽ തടവുകാരായി പിടിച്ചു വച്ചു. മൻമലക്ക മിനൽ അറബി റഖീബൻ ഫവഹബ വബാഅ വജാമഅ വഫദ വസബദുരിയത. അല്ലാഹു തആലയുടെ വചനം ഉദാഹരണം എന്ന് പറയുന്നത് 2 മനുഷ്യരുടെ ഉദാഹരണമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വിശ്വാസിയും ഒരു അവിശ്വാസിയും. ഒരടിമ അവിശ്വാസിയായ അടിമയാണ്. അവർ മറ്റൊരാളുടെ കീഴിലാണെങ്കിൽ പോലും അയാളുടെ മേലിൽ അയാൾക്ക് യാതൊരു തരത്തിലുള്ള അധികാരവും ഇല്ല. അടുത്തത് ഒരു വിശ്വാസിയായ മനുഷ്യനാണ്. അവൻ്റെ മേലിൽ നാം നല്ല ഒരു തരം റിസ്ക് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്നുള്ളത് കൊടുത്തു വച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്. അത് അവൻ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവഴിക്കുന്നു, അതായത് അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ. അവരെങ്ങനെയാണ് തുല്യരാവുക? ഒരു രീതിയിലും അവർ തുല്യരാവുകയില്ല. സർവസ്തുതിയും സർവനന്ദിയും അല്ലാഹുവിനാകുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. കൂടുതൽ ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. 16-ാമത്തെ സൂറത്ത് 75-ാമത്തെ ആയത്ത്. വഖൗലില്ലാഹി തആല അബ്ദൻ മംലൂകൻ ലാ യഖ്ദിറു അലാ ശൈഇൻ വമൻ റസഖ്നാഹു മിന്നാ റിസ്ഖൻ ഹസനൻ ഫഹുവ യുൻഫിഖു മിൻഹു സിർറൻ വജഹ്റാ ഹൽ യസ്തവൂൻ അൽഹംദുലില്ലാഹ് ബൽ അക്സറുഹും ലാ യഅലമൂൻ. അന്നഹ്ൽ 75. മർവാനും അൽ മിസ്വാറുബിനും മഖ്റമയും വിശദീകരിക്കുന്നു. ഹവാസീൻ ഗോത്രത്തിൽ നിന്നുള്ള പ്രതിനിധികൾ വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്കാണ് വന്നത്. അവർ അവരുടെ സമ്പത്തുകളും യുദ്ധ തടവുകാരെയും തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ അപേക്ഷിച്ചു. കാരണം യുദ്ധത്തിൽ പിടിച്ച മുതലായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് വന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ കൂടെ വേറെയും കുറേ ആളുകളുണ്ട് ഈ കാര്യത്തിൽ, അപ്പം ഞാൻ മാത്രമല്ല, നിങ്ങൾക്കത് കാണാവുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം എന്ന് പറയുന്നത് സത്യവചനമാകുന്നു. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത് തിരിച്ചെടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ തടവുകാരെ തിരിച്ചെടുക്കാവുന്നതാണ്. രണ്ടിൻ്റെയും വിതരണം, അതായത് യുദ്ധം മുതൽ വിതരണം ചെയ്യുന്നത് ഞാൻ ഈ ഒരു കാരണം കൊണ്ട് താമസിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൊടുക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു റസൂലിന് നേരത്തെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ദിവസത്തിലധികം കാത്തിരുന്നു എന്നാണ് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട്, അദ്ദേഹം തായിഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം. അങ്ങനെ അവർക്കത് വ്യക്തമായി രണ്ടും തിരിച്ചു കിട്ടൂല എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ തരുള്ളൂ, ഒന്നല്ലെങ്കിൽ സമ്പത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്, അതല്ലെങ്കിൽ ആളുകൾ. രണ്ടും തരില്ല എന്നവർക്ക് വ്യക്തമായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ തടവുകാരെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അവരെന്നുള്ള മനുഷ്യരൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് വന്നു, എന്നിട്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തി, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. എന്തുമാത്രം അള്ളാഹു അത് അർഹിക്കുന്നുവോ അത്രമാത്രം. അപ്പോൾ ഭയങ്കരമായി സ്തുതിച്ചിട്ടുണ്ടാവുമായിരിക്കും, നമുക്ക് ഊഹിക്കാൻ പറ്റാത്തതിനപ്പുറം. അമ്മാബാദ് എന്ന് പറഞ്ഞാൽ അതായത് ഇതിന് ശേഷം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സഹോദരങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു പശ്ചാത്താപവുമായിട്ട്. അപ്പോൾ അവർക്ക് ഖേദമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. എനിക്ക് ബുദ്ധിപരമായി തോന്നുന്നത് അവരെ തടവുകാരെ തിരിച്ചു കൊടുക്കാം എന്നാണ്. നിങ്ങളിൽ ആരൊക്കെ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവോ അവർക്കത് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ വീതം വേണം, അത് ഞാൻ കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ അടുത്ത യുദ്ധത്തിൽ കിട്ടുന്ന മുതലിൽ നിന്ന് പകരമായി എന്തെങ്കിലും കൊടുത്ത് ഇതിനെ മോചിപ്പിക്കുന്നത് വരെ, ഇതിന് പകരമായിട്ട് എന്തെങ്കിലും കൈ കിട്ടിയാലേ ഞാനിത് തരുള്ളൂ എന്നാരെങ്കിലും ഉദ്ദേശിച്ചാൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതിലും തെറ്റൊന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ ഉള്ള അടിമകളെ വിട്ടുകൊടുക്കാം, പകരം അടുത്ത യുദ്ധത്തിൽ കിട്ടുന്ന അടിമകൾ ഈ പഴയ കടം എന്നുള്ള രീതിയിൽ എനിക്ക് തരണം എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ആളുകളെല്ലാവരും ഏകസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങളത് ചെയ്യുന്നു. അതായത് അടിമകളെ സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടുകൊടുക്കുന്നു, അടുത്ത പ്രാവശ്യത്തേക്ക് കാത്തിരിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ള രീതിയിൽ. ഒരാൾക്കൂട്ടമാണ്, എല്ലാവരും ഒച്ചയായി പറയുന്നത്. അപ്പോൾ എല്ലാവരും സമ്മതിച്ചോ, അത് അതിനകത്ത് പുറകിൽ ഒരാൾ സമ്മതിക്കാത്തതുണ്ടോ, ഇടയ്ക്ക് 4 പേര് സമ്മതിക്കാത്തതുണ്ടോ എന്നറിയില്ല. ആൾക്കൂട്ടമാണ്, 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ആൾക്കാരുണ്ട് സഹാബാക്കൾ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
നിങ്ങളിൽ ആരൊക്കെ സമ്മതിച്ചു, ആരൊക്കെ സമ്മതിച്ചില്ല എന്ന് നമുക്ക് കൃത്യമായി വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തിരിച്ചു പോവുക നിങ്ങളുടെ നേതാക്കന്മാരിലേക്ക്, നിങ്ങളുടെ തീരുമാനം അവരെ അറിയിക്കുക. അവർ, അതായത് നിങ്ങളുടെ നേതാക്കന്മാർ, ആ തീരുമാനം ഞങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അങ്ങനെ അവരെല്ലാവരും അവരുടെ നേതാക്കന്മാരിലേക്ക് തിരിച്ചുപോയി. അവരെല്ലാവരും ആ കാര്യമായിട്ട് ചർച്ച ചെയ്തു അവരുടെ നേതാക്കന്മാരുമായിട്ട്. അവസാനം നേതാക്കന്മാർ തിരിച്ചു വന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. എല്ലാവരും സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ അടിമകളെ അല്ലെങ്കിൽ യുദ്ധ തടവുകാരെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ട്. ഇതാണ് ഹവാസിൻ തടവുകാരെ പറ്റി നമ്മിലേക്ക് എത്തിയിരിക്കുന്നത്. അനസ് വിശദീകരിക്കുന്നു, അബ്ബാസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എനിക്കും അഖീലിനും വേണ്ടിയിട്ട് മറുവില എന്നൊക്കെയാണ് ഇപ്പോൾ വാക്കിൻ്റെ അർത്ഥം പറയുക. അതായത് ഒരു അടിമയെ സ്വന്തമാക്കുന്നതിനൊക്കെ വേണ്ടി കൊടുക്കുന്ന, അല്ലെങ്കിൽ ഒരു സാധനത്തിന് പകരമായി കൊടുക്കുന്ന ഒരു വില, ഈട് അല്ലെങ്കിൽ തത്തുല്യമായ പൈസ, അത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഹദീസ് തന്നെ. അന്ന മർവാന വൽ മിസ്വറ ഇബ്നു മഖ്റമ അഖ്ബറാഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹീന ജാഅഹു വഫ്ദുൽ ഹവാസിന ഫസഅലൂഹു അൻ യറുദ്ദ ഇലൈഹിം അംവാലഹും വസബിയഹും ഫഖാല ഇന്നമാ ഹിയ മൻ തറൗന വഅഹബ്ബുൽ ഹദീസി ഇലയ്യ അസ്ദഖുഹു ഫഖ്താറു ഇഹ്ദ ത്വായിഫതൈനി ഇമ്മൽ മാല വഇമ്മ സബിയ وقد كنت استأنيت بهم وكان النبي صلى الله عليه وسلم انتظرهم بضع عشرة ليلة حين قفل من الطائف فلما تبين لهم أن النبي صلى الله عليه وسلم غير راد إليهم لا إحدى الطائفتين قالوا فإنا نختار سبيانا فقال النبي صلى الله عليه وسلم في الناس فإثنى على الله بما هو أهله ثم قال أما بعد فإن إخوانكم قد جاءنا طائبين وإني رأيت أن أرد إليهم سبيهم فمن أحب منكم أن يطيب ذلك فليفعل ومن أحب أن يكون على حظه حتى نعطيه إياه من أول ما يفيء الله علينا فليفعل فقال الناس طيبنا لك ذلك قال إنا لا ندري من أذن منكم ممن لم يأذن فارجعوا حتى يرفع إلينا ورفاؤكم أمركم فرجع الناس فكلمهم ورفاؤهم ثم رجعوا إلى النبي صلى الله عليه وسلم فأخبروه أنهم طيبوا وأذنوا فهذا الذي بلغنا عن سبي خوازنا وقال أنس قال عباس للنبي صلى الله عليه وسلم فاديت نفسي وفاديت അഖീൽ. ഇബ്നു ഔൻ വിശദീകരിക്കുന്നു, ഞാൻ നാഫിയന് ഒരു എഴുത്ത് എഴുതി, നാഫിയ അതിന് മറുപടിയും എഴുതി, എൻ്റെ എഴുത്തിനുള്ള മറുപടിയായിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ബനു മുസ്തലിഖ്, അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്ന സമയത്ത് ഒരു വാണിങ്ങും കൊടുക്കാതെയാണ് പെട്ടെന്നാണ് ആക്രമിച്ചത്. അവരെ കന്നുകാലികളൊക്കെ വെള്ളം കുടിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു. അവരെ യുദ്ധം ചെയ്യുന്ന ആളുകളെ എല്ലാം കൊന്നുകളഞ്ഞു. അവരെ സ്ത്രീകളെയും കുട്ടികളെയും തടവുകാരായി പിടിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജുവൈരിയ റളിയല്ലാഹു അൻഹയെ ആ ദിവസമാണ് കിട്ടിയത്. നാഫിയ പറഞ്ഞു, ഇബ്നു ഉമർ അദ്ദേഹത്തിനോട് പറഞ്ഞതായിട്ട്, ഈ ഹദീസ് ഇബ്നു ഉമർ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് എന്നും ആ സമയത്ത് ആ പട്ടാളത്തിൽ ഇബ്നു ഉമർ പട്ടാളക്കാരനായി ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ജുവൈരിയ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് കല്യാണം കഴിച്ചിരുന്നു. അപ്പോൾ റസൂലിൻ്റെ ഭാര്യയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാവ്. أخبرنا ابن عون قال كتبت إلى نافع فكتب إلي أن النبي صلى الله عليه وسلم غار على بني المصطلق وهم غارون وأنعامهم تسقى على الماء فقتل مقاتلتهم فسبى ذراريهم وأصاب يومئذ جويرية حدثني به عبد الله بن عمر وكان في ذلك الجيش. ഇബ്നു മുഹൈരിസ് വിശദീകരിക്കുന്നു, ഞാൻ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു ലൈംഗിക ബന്ധത്തിനെ പറ്റിയിട്ട്. അബൂ സഈദ് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ബനി അൽ മുസ്തലിഖ് യുദ്ധത്തിലായിരുന്നു. ചില അറബുകളെ ഞങ്ങൾ തടവുകാരായി പിടിച്ചു. അപ്പോൾ ആ യുദ്ധത്തിൽ എതിരാളികളായി ഉണ്ടായിരുന്നത് അറബികളായിരുന്നു, വേറെ അറബി ഗോത്രങ്ങൾ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, ഭാര്യമാരിൽ നിന്നും കുറേ നാളായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ള ആഗ്രഹം ഭയങ്കര ശക്തമായിരുന്നു. അത് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അത് അനുവദനീയമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
നിങ്ങൾക്ക് മാത്രമല്ല ഒരാൾക്കും അത് പാടില്ല. അള്ളാഹു ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവാൻ പോകുന്ന മനുഷ്യർക്കും അത് പാടില്ല. ഖിയാമത്ത് നാൾ വരെ ആരൊക്കെ ഉണ്ടാവുകയോ ജീവിച്ചിരിക്കുകയോ ഇവരൊന്നും ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ യുദ്ധ തടവുകാരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനോ അവരും അതിന് ഉപയോഗിക്കാനോ പാടില്ല. عن ابن محيرز قال رأيت أبا سعيد رضي الله عنه فسألته فقال خرجنا مع رسول الله صلى الله عليه وسلم في غزوة بني المصطلق فأصبنا صبيا من سبيل العرب فاستهينا النساء فاشتدت علينا العزبة وأحببنا العزل فسألنا رسول الله صلى الله عليه وسلم فقال ما عليكم ألا تفعلوا ما من نسمة كائنة إلى يوم القيامة إلا وهي كائنة. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.